ഈ ഹനുമാൻ ആദ്യമായിട്ട് ശ്രീരാമനെ കാണുന്ന സന്ദർഭം അറിയാം. എപ്പോഴാ? ശ്രീരാമനും ലക്ഷ്മണനും കൂടി കാട്ടിലൂടെ സീതയെ അന്വേഷിച്ച് അങ്ങനെ നടക്കുക. ആ സമയത്ത് വലിയൊരു മലയുടെ മുകളിൽ നിന്ന് സുഗ്രീവന്റെ മന്ത്രിമാരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോ അവര് കണ്ടു കാട്ടിലൂടെ രണ്ട് മനുഷ്യന്മാരിങ്ങനെ നടന്നു പോണത്. അപ്പൊ സുഗ്രീവൻ ഉടനെ ഹനുമാനോട് പറഞ്ഞു, ഹനുമാൻ, അത് ആരാന്ന് മനസ്സിലാക്കൂ. അവര് കാട്ടിലൂടെ അങ്ങനെ നടക്കണ രണ്ടാൾക്കാര്, ഒന്ന് പോയി നോക്കൂ ആരാന്ന്. അപ്പോഴാണ് ഹനുമാൻ ആദ്യമായിട്ട് ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും അടുത്തേക്ക് വരും. വന്നിട്ട് സ്വയം പരിചയപ്പെടുത്തും. നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോ എങ്ങനെയാ ചെയ്യേണ്ടത്? ആദ്യം തന്നെ നിങ്ങൾ ആരാന്ന് ചോദിക്കുകയാണോ വേണ്ടത്? ആണോ? അല്ല, പിന്നെ നമ്മളെ പരിചയപ്പെടുത്തണം. നമ്മളെ പരിചയപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ആരാന്ന് അങ്ങോട്ട് ചോദിക്കുക. അങ്ങനെയല്ലേ നിങ്ങൾ ഫോണിൽ സംസാരിക്കാറില്ലേ? ആരാണ് വിളിക്കുന്നത് അങ്ങോട്ട് പറഞ്ഞാല് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ശരിയാവും. അത് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ ആദ്യം അങ്ങോട്ട് പരിചയപ്പെടുത്തുക, എന്നിട്ട് നിങ്ങൾ ആരാന്ന് ചോദിക്കുക. അത് കഴിഞ്ഞ് ശ്രീരാമനും ഹനുമാനും തമ്മിൽ സംസാരിച്ചു. ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട്, ഈ വന്നിട്ടുള്ള ആളുണ്ടല്ലോ വലിയ അറിവുള്ള ആളാ. ശബ്ദശാസ്ത്രം മുഴുവൻ ഇയാൾ പഠിച്ചിട്ടുണ്ട്. ഇയാൾക്ക് അറിയാത്തൊന്നുമില്ല, ഇയാൾക്ക് എല്ലാം അറിയാം എന്ന് പറഞ്ഞു. എന്തൊരു സംസ്കാര. അപ്പൊ ലക്ഷ്മണൻ ചോദിച്ചു, അതെങ്ങനെയാ അങ്ങേക്ക് മനസ്സിലായത്? അപ്പൊ രാമൻ പറഞ്ഞു, അയാൾ സംസാരിക്കണത് കേട്ടാ അറിയില്ലേ, ഒരപശബ്ദം പോലും ഇല്ല. അപ്പൊ നമ്മളൊക്കെ എങ്ങനെയാ സംസാരിക്കണ്ടേ? ശുദ്ധമായി സംസാരിക്കണം, ഏത് ഭാഷയാണെങ്കിലും.